നമസ്കാരം. നമ്മൾ കേരളത്തിൻ്റെ ജോഗ്രഫിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അത് NCERT, SCERT അടിസ്ഥാനമായിട്ടുള്ള പോയിൻറ്റ്സാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, കർണാടകയും. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഏറ്റവും വലിയ ജില്ല ഇടുക്കി. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തേതാണ് മലനാട്, രണ്ടാമത്തേത് ഇടനാട്, മൂന്നാമത്തെ തീരപ്രദേശം. അതിൽ മലനാടെന്ന് പറയുന്നത് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശത്തെയാണ് നമ്മൾ മലനാടെന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാടെന്ന് പറയുന്നത്. അപ്പോൾ കിഴക്ക് ഭാഗത്താണ്, കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശത്തെയാണ് മലനാടെന്ന് പറയുന്നത്. കേരളത്തിൻ്റെ 48% മലനാട് സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ നദികൾ ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതിയിൽ നിന്നിട്ടാണ്. മലനാട് ഭൂപ്രകൃതിയുടെ ഭൂരിഭാഗവും വനമാണ്. മലനാട് ഭൂപ്രകൃതിയിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ കാപ്പി, തേയില, ഏലം, റബ്ബർ, ഇഞ്ചി, മഞ്ഞൾ. മലനിരകൾ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് മലനാടാണ്. കേരളത്തിൻ്റെ മലനാടിൻ്റെ ഏകദേശം ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്ററാണ്. കേരളത്തിൻ്റെ മലനാട് പ്രദേശം ബന്ധപ്പെട്ട് കിടക്കുന്ന മലനിരയാണ് പശ്ചിമഘട്ട മലനിരകൾ. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ചില ജീവികളാണ് കടുവ, പുലി, വരയാട്, സിംഹവാലൻ കുരങ്ങ്, രാജവെമ്പാല, നിരവധിയിനം പക്ഷികൾ, ചിത്രശലഭങ്ങൾ, ആന, കാട്ടുപോത്ത് തുടങ്ങിയവ. അവിടെ കാണുന്ന ചില പ്രത്യേക സസ്യങ്ങളാണ് ഈട്ടി, അകിൽ, ചന്ദനം, രക്തചന്ദനം. ലോക പൈതൃക കേന്ദ്രമായി പശ്ചിമഘട്ടത്തെ യുനെസ്കോ അംഗീകരിച്ചത് 2012 ജൂലൈ 1 ലോക പൈതൃക കേന്ദ്രമായി പശ്ചിമഘട്ടത്തെ യുനെസ്കോ അംഗീകരിച്ചത് 2012 ജൂലൈ 1 പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഇപ്പോൾ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. കസ്തൂരി രംഗൻ കമ്മിറ്റിയാണത്. അപ്പോൾ ആദ്യം വന്നത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി, അത് കഴിഞ്ഞിട്ട് വന്നതാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. അപ്പോൾ വീണ്ടും ഈ കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ ഭേദഗതികൾ പരിശോധിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. അപ്പോൾ ഒന്നാമത് വന്നത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി, രണ്ടാമത് കസ്തൂരി രംഗൻ കമ്മിറ്റി, മൂന്നാമത് വന്നത് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. അപ്പം മാധവ് ഗാഡ്ഗിൽ, കസ്തൂരി രംഗൻ, ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. നമ്മുടെ പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റത്തെ മലനിരയാണ് അഗസ്ത്യാർകൂടം. ഈ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അപ്പോൾ ഏത് താലൂക്കിലാണെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അതേതാണ്? നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രഥമ ബയോളജിക്കൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാലും അത് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കാണ്. യുനെസ്കോ ലോക ജൈവമണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവമേഖല ഏതാണെന്ന് ചോദിച്ചാൽ അതും അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവാണ്. അപ്പോൾ യുനെസ്കോ ലോക ജൈവമണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവമേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവാണ്.
സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയുടെ 10ാമത്തെ ജൈവ മേഖല ചോദിച്ചാൽ അത് അഗസ്ത്യമലയാണ്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയുടെ 1ാമത്തെ ജൈവ മേഖല അത് ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. അപ്പോൾ സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയുടെ 10ാമത്തെ ജൈവ മേഖല അഗസ്ത്യമലയാണ്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയുടെ 1ാമത്തെ ജൈവ മേഖല ഏതാണെന്ന് ചോദിച്ചാൽ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. അഗസ്ത്യമലയുടെ ഉയരം 1868 മീറ്റർ. 1868 മീറ്റർ. അഗസ്ത്യമലയുടെ ഉയരം 1868 മീറ്റർ. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ മേഖലയായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് 2001 അപ്പോൾ അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ മേഖലയായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് 2001 അപ്പോൾ നമ്മൾ അഗസ്ത്യാർകൂടം നോക്കി. രണ്ടാമത് വരുന്നതാണ് ആനമുടി. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ നീളം വരുന്നത് 2695 മീറ്റർ. 2695 മീറ്ററാണ് ആനമുടിയുടെ നീളം വരുന്നത്. അപ്പോൾ അഗസ്ത്യമലയുടെ നീളം എത്രയായിരുന്നു? 1868 മീറ്റർ. 1868 മീറ്ററാണ് അഗസ്ത്യമലയുടെ ഉയരം. എന്നാൽ ആനമുടിയുടെ ഉയരം വരുന്നത് 2695 മീറ്റർ. ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ